ശത്രു നിരീക്ഷണങ്ങളിൽ നിന്നും മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിനായി അന്തർവാഹിനികളുടെ സ്റ്റെൽത്ത് ശേഷി വികസിപ്പിക്കുന്ന അത്യാധുനിക ആവരണ സാങ്കേതിക വിദ്യ തദ്ദേശീയമായി വികസിപ്പിച്ച് ഇന്ത്യയുടെ ശ്രദ്ധേയ മുന്നേറ്റം. നമസ്കാരം, ഞാൻ ജാസ്മിൻ. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ നിശബ്ദമായി സഞ്ചരിച്ച് ശത്രു നീക്കങ്ങൾ കണ്ടെത്തുകയും ആവശ്യവേളകളിൽ കൃത്യമായി തിരിച്ചടി നൽകുകയും ചെയ്യുന്ന അന്തർവാഹിനികൾ നാവികസേനയ്ക്ക് മുതൽക്കൂട്ടാണ്. ശത്രു നിരീക്ഷണ സംവിധാനങ്ങളിൽ നിന്നും മറഞ്ഞിരിക്കാനുള്ള കഴിവാണ് അന്തർവാഹിനികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കരുത്ത്. എതിരാളികളുടെ കണ്ണിലകപ്പെടാതെ മറഞ്ഞിരുന്ന് ആക്രമിക്കുന്നതിനായുള്ള കൂടുതൽ ശേഷി, അതായത് സ്റ്റെൽത്ത് ശേഷി അന്തർവാഹിനികളിൽ മെച്ചപ്പെടുത്തുന്നതിനായി ഇന്ത്യ പുതിയ സാങ്കേതിക മുന്നേറ്റത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ശത്രുവിന്റെ നിരീക്ഷണ വലയത്തിൽപ്പെടാതെ മറഞ്ഞിരിക്കുന്നതിനും ദീർഘകാലം സുരക്ഷിതമായി പ്രവർത്തിക്കാനും സഹായിക്കുന്ന പ്രത്യേക കോട്ടിംഗ് സാങ്കേതിക വിദ്യയാണ് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചു വരുന്നത്. ഇതിനായി പ്രത്യേകമായി തയ്യാറാക്കിയ റബ്ബർ ടൈലുകളാണ് ഇന്ത്യ പ്രയോജനപ്പെടുത്താൻ പോകുന്നത്. അന്തർവാഹിനികളുടെ പുറം ആവരണപാളികളിൽ ഉപയോഗിക്കുന്ന പ്രത്യേക സിന്തറ്റിക് ടൈലുകളാണ് അക്കോസ്റ്റിക് സ്റ്റെൽത്ത് വർദ്ധിപ്പിക്കുന്നതിനായി രാജ്യം വികസിപ്പിച്ചു വരുന്നത്. ഇത് രാജ്യത്തിന്റെ അണ്ടർ വാട്ടർ യുദ്ധശേഷി ഏറെ മികവുറ്റതാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അന്തർവാഹിനികളിൽ ഉപയോഗിക്കാനായി വികസിപ്പിക്കുന്ന റബ്ബർ ടൈലുകൾ ലളിതമായ സംരക്ഷണ കോട്ടിങ്ങുകളല്ല, മറിച്ച് വെള്ളത്തിലെ ശബ്ദവ്യാപനം കൈകാര്യം ചെയ്യാൻ രൂപകൽപ്പന ചെയ്ത ഉയർന്ന എഞ്ചിനീയറിംഗ് മൾട്ടി ലെയേർഡ് സിസ്റ്റങ്ങളാണ്. അവയുടെ പ്രാഥമിക പ്രവർത്തനം രണ്ട് തരത്തിലാണ്. ശത്രു പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വരുന്ന സോണാർ തരംഗങ്ങളുടെ പ്രതിഫലനം അടിച്ചമർത്തുക, അന്തർവാഹിനിയിൽ നിന്നു തന്നെയുള്ള ശബ്ദത്തിന്റെ പ്രക്ഷേപണം കുറയ്ക്കുക എന്നിവയാണവ. അന്തർവാഹിനികളിൽ ഉപയോഗപ്പെടുത്തുന്നതിനായി വികസിപ്പിക്കുന്ന കോട്ടിങ്ങിൽ ഒരു ബാഹ്യ സംരക്ഷണ പാളിയും പ്രത്യേകം രൂപകൽപ്പന ചെയ്ത അറകളാൽ ഉൾച്ചേർന്ന ആന്തരിക ശബ്ദം ആഗീകരണം ചെയ്യുന്ന ഘടനയും അടങ്ങിയിരിക്കുന്നു. ഇവ ശത്രു സംവിധാനങ്ങളിൽ നിന്നുള്ള സോണാർ സിഗ്നലുകൾ പ്രതിഫലിപ്പിക്കുന്നതിനു പകരം ആഗീകരണം ചെയ്യുന്നു. സമുദ്രത്തിന്റെ ആഴങ്ങളിൽ അന്തർവാഹിനികളുടെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനായി ഉയർന്ന ശേഷിയുള്ള സോണാർ സംവിധാനങ്ങളാണ് പ്രയോജനപ്പെടുത്തി വരുന്നത്. ജലത്തിനടിയിലൂടെ ശബ്ദ തരംഗങ്ങൾ പ്രക്ഷേപണം ചെയ്ത് തിരിച്ചുവരുന്ന പ്രതിഫലനങ്ങളിലൂടെ അന്തർവാഹിനികളുടെ സ്ഥാനം കണ്ടെത്തുന്നതാണ് ഇത്തരം സംവിധാനങ്ങളുടെ രീതി. എന്നാൽ പുതിയ കോട്ടിംഗ് സാങ്കേതിക വിദ്യ ഈ തരംഗങ്ങളെ തിരിച്ചു പ്രതിഫലിപ്പിക്കുന്നതിന് പകരം ആഗീകരണം ചെയ്യുകയോ ദിശ മാറ്റുകയോ ചെയ്യുന്നു. അങ്ങനെ ശത്രുവിന്റെ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോകും. യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യയുടെ മറ്റൊരു പതിപ്പാണ് അന്തർവാഹിനികളിലെ ഈ പുതിയ കോട്ടിംഗ്. അന്തർവാഹിനികളുടെ സ്റ്റെൽത്ത് ശേഷി ഉയർത്തുന്നതിനായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന ഓരോ ടൈലും 980 മില്ലിമീറ്റർ നീളവും വീതിയും ഉള്ളവയാണ്. ഏകദേശം 51 മില്ലിമീറ്റർ കനവും 51 കിലോഗ്രാം ഭാരവും ഇതിനുണ്ട്. 20 വർഷത്തെ കാലപരിധിയാണ് ഈ ടൈലുകൾക്കുള്ളത്. ചൂടുള്ള ഉഷ്ണമേഖലാ ജലം മുതൽ തണുത്ത പ്രദേശങ്ങളിൽ വരെ വൈവിധ്യമാർന്ന സമുദ്ര സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്ന ഈ കോട്ടിംഗ് നാവികസേനയുടെ ശേഷി ഗണ്യമായി ഉയർത്തും. മാത്രവുമല്ല, അന്തർവാഹിനികളുടെ പുറംപാളിയിൽ ഇടയ്ക്കിടെ ആവശ്യമായി വരുന്ന അറ്റകുറ്റപ്പണികളും ഈ പുതിയ കോട്ടിംഗ് കുറയ്ക്കും. രാജ്യത്തെ പ്രതിരോധ ഗവേഷണ രംഗത്ത് പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളും ശാസ്ത്രജ്ഞരും ഒന്നുചേർന്നാണ് ഈ പുതിയ കോട്ടിംഗ് വികസിപ്പിക്കുന്നത്. കടൽ ജലത്തിലെ അമ്ലത, ഉയർന്ന മർദ്ദം തുടങ്ങിയ വിവിധ ഘടകങ്ങളെ ചെറുക്കാനുള്ള ശേഷി ഇതിനുണ്ടാകും. സാധാരണയായി കടലിൽ ദീർഘകാലം തുടരുമ്പോൾ അന്തർവാഹിനികളുടെ പുറംഭാഗത്ത് ജൈവപാളികൾ രൂപപ്പെടുകയും പ്രവർത്തനക്ഷമത കുറയുകയും ചെയ്യാറുണ്ട്. പുതിയ കോട്ടിംഗ് ഇത്തരം പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിലൂടെ ദീർഘകാല പ്രവർത്തനം കൂടുതൽ സുരക്ഷിതമാക്കും. അന്തർവാഹിനികൾക്ക് സമുദ്രത്തിലെ നിശബ്ദ വേട്ടക്കാർ എന്നൊരു വിശേഷണമുണ്ട്. ഇന്ത്യയുടെ പുതിയ കോട്ടിംഗ് സാങ്കേതിക വിദ്യയിലൂടെ ഈ നിശബ്ദത കൂടുതൽ ശക്തിപ്പെടുമ്പോൾ നാവികസേനയ്ക്ക് അത് നിർണായകമായ കരുത്തുപകരും. ഒപ്പം രാജ്യത്തിന്റെ ആഭ്യന്തര പ്രതിരോധ സാങ്കേതിക വിദ്യാ മുന്നേറ്റത്തിലെ ശ്രദ്ധേയമായൊരു ഏടുകൂടിയായി ഇത് മാറുന്നു. വാർത്തയുടെ നിറം തേടി തനിനിറം.